അടിമാലിയിലേക്ക് തന്നെയാണ് നമ്മൾ പോകുന്നത്. അടിമാലിയിലുണ്ടായ മണ്ണിടിച്ചിലിൽ ഒരാൾക്കാണ് ദാരുണാന്ത്യം സംഭവിച്ചിരിക്കുന്നത്. കൂനമ്പാറ സ്വദേശി ബിജു ആണ് മരിച്ചത്. 5 മണിക്കൂറിന് ശേഷം ബിജുവിനെ പുറത്തെടുക്കാൻ ആയി. അതിനുശേഷം ബിജുവിന്റെ ഭാര്യ സന്ധ്യയെ കാലിൽ ഗുരുതര പരിക്കുകളോടെ രക്ഷിച്ച് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചപ്പോൾ ചികിത്സയിലാണ് സന്ധ്യയുള്ളത്. ഇന്നലെ രാത്രി 10:30 കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ ദുരന്തമുണ്ടായത്. അപകടാവസ്ഥ മുന്നിൽ കണ്ട് 22 കുടുംബങ്ങളെ ഇന്നലെ രാവിലെ മാറ്റിപ്പാർപ്പിച്ചിരുന്നു. ബിജുവും സന്ധ്യയും ക്യാമ്പിൽ നിന്ന് വീട്ടിലെത്തിയപ്പോഴായിരുന്നു ഈ അപകടം സംഭവിച്ചത്. VK സ്റ്റാലിനും അജയ് സുധാ ബിജുവും കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പമുണ്ട്. ആദ്യം സ്റ്റാലിനിലേക്ക് പോവുകയാണ്. സ്റ്റാലിൻ, നമ്മൾ ഈ ദുരന്തമുണ്ടായ സമയത്ത് എനിക്ക് തോന്നുന്നു രാത്രി ഒരു 10:30 കൂടിയാണ് ഈ ഒരു വലിയ ദുരന്തത്തിൻ്റെ വാർത്ത തേടിയെത്തുന്നത്. ആ ഒരു ഘട്ടത്തിലൊക്കെ ഈ കുടുംബത്തെ രക്ഷിക്കാൻ കഴിയുമെന്നുള്ള വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു. എത്രയും പെട്ടെന്ന് ഈ രക്ഷാപ്രവർത്തനം പൂർത്തിയാക്കാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസം ദൗത്യ സംഘത്തിനുണ്ടായിരുന്നു. പക്ഷേ ഈ അത്രത്തോളം ശ്രമകരമായ ഒരു ദൗത്യമാണ് ഇത് എന്നുള്ളത് പിന്നീട് ആ രക്ഷാപ്രവർത്തനത്തിലേക്ക് ഇറങ്ങിയതിന് ശേഷമാണ് ഫയർഫോഴ്സിനടക്കം മനസ്സിലായത് എന്നാണോ കരുതേണ്ടത്? എങ്ങനെയാണ് ഈ രക്ഷാപ്രവർത്തനം അടക്കം ഇത്രത്തോളം മണിക്കൂറുകൾ നീണ്ടുപോകാനുള്ളൊരു സാഹചര്യം ഉണ്ടായത്? എത്രത്തോളം വലിയൊരു അപകടമാണ് സ്റ്റാലിൻ? ഇത്രയും വലിയൊരു ദുരന്തമാണ് എന്നുള്ളത് ആദ്യഘട്ടത്തിൽ ആർക്കും തന്നെ അത് നമുക്ക് മനസ്സിലാക്കാനായില്ല. കാരണം പ്രദേശത്ത് വൈദ്യുതി ഇല്ലാതിരുന്നതാണ് അതിനകത്ത് ഏറ്റവും വലിയ പ്രതിസന്ധിയായിട്ട് രക്ഷാപ്രവർത്തനങ്ങൾക്ക് തടസ്സമായി വന്നത്. പിന്നീട് ഫയർഫോഴ്സിന്റെയും പോലീസിന്റെയും ഒക്കെ നേതൃത്വത്തിലുള്ള അക്സ്ക ലൈറ്റ് സ്ഥാപിച്ചാണ് അവിടെ വെളിച്ചം എത്തിക്കുകയും അവിടുത്തെ ഈ സുരക്ഷ പ്രവർത്തനങ്ങളൊക്കെ, പ്രത്യേകിച്ചും രക്ഷാപ്രവർത്തനങ്ങളൊക്കെ അവിടെ തുടങ്ങാനായത്. വലിയ പ്രതിസന്ധി, കടുത്ത വെല്ലുവിളിയാണ് അവിടെ നാട്ടുകാരും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥരും നേരിട്ടത്. NDRF സംഘം ഉൾപ്പെടെ ഇടുക്കിയിൽ നിന്നും ഒരു സംഘവും കൂടി അവിടേക്ക് എത്തിയിരുന്നു. JCB, പ്രത്യേകിച്ചും മണ്ണുമാന്തി യന്ത്രം അതുപോലെയുള്ള ഉപകരണങ്ങൾ എത്തിച്ചാണ് പിന്നീട് രക്ഷാപ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയത്. ഈ തകർന്ന വീടിന്റെ, പ്രത്യേകിച്ചും നെടുമ്പള്ളിയിൽ മരണപ്പെട്ട ബിജുവിന്റെ വീടിന്റെ കോൺക്രീറ്റ് തകർന്ന ആണ് ഈ അവിടുത്തെ സംഭവം ഉണ്ടാകുന്നത്. 9 വീടുകൾ തകർന്നതിൽ 2 വീടുകളാണ് പൂർണ്ണമായിട്ടും പോയത്. അതിലൊന്നാണ് മരണപ്പെട്ട നെടുമ്പള്ളിയിൽ ബിജുവിന്റെയും സന്ധ്യയുടെയും വീട്. ഈ വീടിന്റെ കോൺക്രീറ്റ് പാളികൾ പൂർണ്ണമായി തകർന്ന് താഴേക്കിരിക്കുകയായിരുന്നു. അപ്പോൾ എവിടെയാണ് ഇവർ ഉള്ളത് എന്ന് കണ്ടെത്തുന്നതിന് തന്നെ വലിയ വിഷമം നേരിട്ടിരുന്നു. പിന്നീട് ആളുകൾ ചേർന്ന് കുറച്ച് മണ്ണ് മാറ്റുമ്പോഴാണ് ഇത് കോൺക്രീറ്റിനടിയിൽ ഇവരുണ്ടെന്നും ഇവർക്ക് ജീവനുണ്ട് എന്നുള്ള ഒരു ബോധ്യം വരുന്നതും അതോടൊപ്പം തന്നെ കോൺക്രീറ്റ് പാളികൾ ഉയർത്താനുള്ള ശ്രമമാണ് പിന്നീട് നടന്നത്. കോൺക്രീറ്റ് പാളികൾ ഉയർത്തുകയോ അല്ലെങ്കിൽ തകർക്കുകയോ ചെയ്യുന്ന സമയത്ത് അത് വീണ്ടും താഴേക്ക് ഇരുന്നാൽ ഉണ്ടാകുന്ന വലിയ അപകടവും രക്ഷാപ്രവർത്തകരും അതുപോലെ തന്നെ നാട്ടുകാരും എല്ലാം മുന്നിൽ കണ്ടു. അതുകൊണ്ട് തന്നെ ഏറെ സസൂക്ഷ്മമുള്ള ഒരു പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ് ഇവരെ ഒക്കെ പുറത്തെടുക്കാനായത്. 7 മണിക്കൂറോളം നീണ്ട രക്ഷാപ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ് ഇവരെ പുറത്തേക്ക് എത്തിക്കാനായത്. എന്നാൽ പൂർണ്ണമായും ജീവനോടെ ആളെ എത്തിക്കാൻ കഴിയുമെന്ന് പോലും ആദ്യഘട്ടത്തിൽ പ്രതീക്ഷയില്ലായിരുന്നു. പിന്നീട് സന്ധ്യയുടെ ശബ്ദം, കുറച്ച് വശങ്ങളിലെ കുറച്ച് മണ്ണ് മാറ്റിക്കഴിഞ്ഞപ്പോൾ സന്ധ്യയുടെ ശബ്ദം പുറത്തേക്ക് അല്പം ലഭിച്ചു. തുടർന്ന് അറിയാവുന്ന അടുത്തുള്ള ആളുകൾ ഇവരെ വിളിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ നേരിയ തോതിലുള്ള ശബ്ദം പുറത്തേക്ക് വന്നു. പിന്നീട് വശങ്ങളിലെ മണ്ണുകൾ മാറ്റിയപ്പോൾ കൂടുതൽ ശബ്ദം പുറത്തേക്ക് കേൾക്കാനായി. എന്നാൽ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ വീണ്ടും ആ ശബ്ദം ലഭിക്കാതെ വന്നതും പിന്നീട് വലിയ ആശങ്കകൾ സൃഷ്ടിച്ചിരുന്നു. ഏതായാലും കോൺക്രീറ്റിന്റെ ഭാഗങ്ങൾ ഓരോ ഭാഗങ്ങളും തകർത്തുകൊണ്ടാണ്, പ്രത്യേകിച്ചും വലിയ മെഷീനുകളോ അല്ലെങ്കിൽ യന്ത്രങ്ങളൊന്നും ഉപയോഗിക്കാൻ പറ്റാത്ത സാഹചര്യം, കോൺക്രീറ്റുകൾ തകർന്നാൽ വീണ്ടും ഉണ്ടാകുന്ന ദുരന്തം ഒക്കെ മുന്നിൽ കണ്ടുകൊണ്ട് ചെറിയ ഉപകരണങ്ങൾ, പ്രത്യേകിച്ചും ഉളി പോലെയൊക്കെയുള്ള കട്ടറ ഉളിയൊക്കെ ഉപയോഗിച്ചുള്ള കുറെ ഭാഗങ്ങൾ അടർത്തി മാറ്റിക്കൊണ്ടാണ് ഇവരെ പുറത്തെടുക്കാനായത്. ഏതായാലും സാഹചര്യവശാൽ ബിജുവിനെ ജീവൻ രക്ഷിക്കാനായില്ല. 7 മണിക്കൂറുകൾക്ക് ശേഷമാണ് ബിജുവിനെ പുറത്തേക്ക് എടുത്തത്. എന്നാൽ സന്ധ്യയ്ക്ക് ഗുരുതരമായ പരിക്ക് ഉണ്ട് എന്നുള്ളത് ബോധ്യമായിരുന്നു. ഇടയ്ക്ക് തന്നെ സന്ധ്യയുടെ കാലിനാണ് കൂടുതൽ പരിക്കേറ്റത്. സന്ധ്യയെ രാജഗിരി
എറണാകുളം രാജഗിരി ആശുപത്രിയിലേക്കും മാറ്റിയിരിക്കുകയാണ്. ഈ പ്രദേശത്ത് ആയിരുന്നു ആദ്യഘട്ടങ്ങളിൽ ഏറ്റവും വലിയ വെല്ലുവിളിയായിട്ട് സ്റ്റാലിൻ ഈ വെളിച്ചം ഉണ്ടായിരുന്നില്ല എന്നുള്ള ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഈ പ്രതികൂലമായ കാലാവസ്ഥ മൂലമാണോ അവിടെ വൈദ്യുതി ഉണ്ടാകാതിരുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായത്? വൈദ്യുതി ലൈനുകൾ തകർന്നിരുന്നു. അതോടൊപ്പം തന്നെ പ്രദേശത്ത് വൈദ്യുതി ഈ ലൈനുകൾ കുറവാണ്. അപ്പൊ ആ പ്രദേശങ്ങളിലേക്കുള്ള വൈദ്യുതിയുടെ ലൈനുകളൊക്കെ തകർന്ന് ആ പ്രദേശത്ത് എല്ലാം വൈദ്യുതി നിലച്ച ഒരു സാഹചര്യമായിരുന്നു. അതുകൊണ്ടാണ് അവിടെ പ്രത്യേകിച്ചും മണ്ണിടിച്ചിലുണ്ടായതോടുകൂടി ഈ അവിടുത്തെ എങ്ങനെ എന്ന് ആ പ്രദേശത്തിന്റെ സ്ഥിതി എങ്ങനെ എന്ന് പെട്ടെന്ന് ആളുകൾക്ക് മനസ്സിലാക്കാൻ കഴിയാത്തൊരു സ്ഥിതിയിലേക്ക് അവിടെ എത്തിയിരുന്നു. ദേശീയപാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടാണ് അവിടെ മണ്ണ് മാറ്റുകയും അതുപോലെ ഇത്രയും മണ്ണ് മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഒരു അശാസ്ത്രീയമായ നിർമ്മാണം എന്ന് തന്നെ വേണം നമ്മൾ ഇക്കാര്യത്തിൽ പറയാനായിട്ട്. അപ്പോൾ ഈ പ്രദേശവാസികളൊക്കെ തുടക്കഘട്ടം മുതൽ തന്നെ ഈ അശാസ്ത്രീയമായ നിർമ്മാണ പ്രവൃത്തിയാണ് നടക്കുന്നത് എന്നത് സംബന്ധിച്ചുള്ള പ്രതിഷേധമോ പരാതിയോ ഒക്കെ ഉയർത്തിയിരുന്നോ? ദേശീയപാതയുടെ നിർമ്മാണത്തിലെ ആദ്യഘട്ടം മുതൽ ഇത്തരം കാര്യങ്ങൾ നാട്ടുകാരും പൊതുപ്രവർത്തകരും പ്രത്യേകിച്ച് അടിമാലി പഞ്ചായത്തിന്റെ അംഗങ്ങള്, പഞ്ചായത്തിലെ പഞ്ചായത്ത് അംഗങ്ങൾ, അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ മെമ്പർമാർ ഉൾപ്പെടെയുള്ള പ്രദേശത്തെ മുഴുവൻ പൊതുപ്രവർത്തകരും ഇക്കാര്യങ്ങൾ പലതവണ കാര്യങ്ങളെല്ലാം അധികൃതരെ ചൂണ്ടിക്കാട്ടിയിരുന്നു. വാർത്തകളുടെ കാര്യത്തിൽ നമ്മളെ ന്യൂസ് 18 ഉൾപ്പെടെയുള്ള എല്ലാ മാധ്യമങ്ങളും ഈ കാര്യങ്ങളിൽ നിരവധി തവണ ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയുള്ള വാർത്തകൾ ഒക്കെ നൽകിയിരുന്നു. ഇതെല്ലാം ഇങ്ങനെ മുന്നിൽ നിൽക്കുമ്പോഴാണ് ഇത്തരത്തിലൊരു ദുരന്തത്തിന് ഈ പ്രദേശം സാക്ഷിയാകുന്നത്. 100 അടിയിൽ ഉൾപ്പെടെ മുകളിലുള്ള ഉയരമുള്ള കട്ടിങ്ങുകളാണ്, മൺതിട്ടകളാണ് അവിടെ രൂപപ്പെട്ടിട്ടുള്ളത്. പ്രത്യേകിച്ചും അവിടുത്തെ ഒരു മണ്ണിന്റെ ഘടനയും ഇതിനോട് വലിയ ഈ ദുരന്ത സാധ്യതകൾക്ക് ഏറ്റവും കൂടുതൽ സാധ്യതകൾ വിളിച്ചറിയിക്കുന്ന തരത്തിലുള്ളതാണ് അവിടുത്തെ മണ്ണിന്റെ ഒരു പ്രത്യേക ഘടന. ഉറപ്പില്ലാത്ത മണ്ണ് ചെറിയ ഒരു മഴയിൽ പോലും, ചെറിയ ഒരു ചാറ്റൽ മഴയിൽ പോലും അതിന്റെ ഭാഗങ്ങൾ ഇടിഞ്ഞു വീഴുന്ന ഒരു സ്ഥിതി അവിടുത്തെ മണ്ണിന്റെ ഒരു പ്രത്യേകതയാണ്. അതുകൊണ്ട് തന്നെ ഈ മണ്ണ് ഇടിയുന്നതും റോഡിന്റെ നിർമ്മാണത്തിലുള്ള ആവശ്യം വേണ്ട ക്രമീകരണങ്ങളും ഒക്കെ അവിടെ നാട്ടുകാരും പൊതുപ്രവർത്തകരും എല്ലാം ചൂണ്ടിക്കാട്ടിയിരുന്നു. പക്ഷെ അതൊന്നും ശിവാതിൽ പലയിടങ്ങളിലും നടന്നു വന്നിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ദുരന്തം ഒരു വിളിച്ചു വരുത്തിയ ദുരന്തം എന്നൊക്കെ വേണമെങ്കിലും നമുക്ക് പറയാവുന്ന ഒരു സ്ഥിതി അവിടെയുണ്ട്. ഏതായാലും ദുരന്ത സമയത്ത് മഴ മാറി നിന്നിരുന്നത് കൊണ്ടാണ് ഇത്രയ്ക്കെങ്കിലുമൊക്കെ അവർക്ക് രക്ഷാപ്രവർത്തനങ്ങൾക്ക് നടത്താനും മുന്നോട്ട് കൊണ്ടുപോകാനുമായത്. അതല്ലെങ്കിൽ വീണ്ടും കൂടുതൽ ദുരിതാവസ്ഥയിലേക്ക് പോകുമായിരുന്നു. അതെ, തൽക്കാലം കാലാവസ്ഥ അനുകൂലമായി നിന്ന സാഹചര്യം ഈ രക്ഷാപ്രവർത്തനത്തെ തുണച്ചു എന്ന് പറയാതെ വയ്യ. പക്ഷേ സ്റ്റാലിൻ ഒരു കാര്യം എടുത്തു പറയണമല്ലോ, അതായത് ഈ തുലാവർഷം ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ അതിശക്തമായ മഴ ഈ ഇടുക്കി മേഖലയിൽ ഉണ്ടായിരുന്നു എന്നത്. അപ്പോൾ ആ ഒരു ഘട്ടം മുതൽ തന്നെ ഈ മേഖല ഒരു അപകടാവസ്ഥയിലായിരുന്നോ? തീർച്ചയായിട്ടും അങ്ങനെ തന്നെയായിരുന്നു ആര്യ. അതായത് ഇപ്രാവശ്യത്തെ മഴ ഹൈറേഞ്ചില്, പ്രത്യേകിച്ചും ഹൈറേഞ്ചില് ഏറെ നാളുകൾ നീണ്ടു നിൽക്കുന്ന അതിശക്തമായ മഴയാണ്. വളരെ കുറച്ച് നാളുകൾ കൊണ്ട് തന്നെ, കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ അതിശക്തമായ മഴയാണ് ഹൈറേഞ്ചിൽ പലയിടത്തും അനുഭവപ്പെട്ടത്. കണക്കുകൾ അനുസരിച്ച് അധികൃതരും അതുപോലെ തന്നെ ദുരന്ത നിവാരണ സേനയൊക്കെ പറയുമ്പോൾ ജൂൺ ജൂലൈ മാസങ്ങളിൽ തന്നെ ഏതാണ്ട് 3-4 മാസക്കാലം പെയ്യേണ്ട മഴകൾ ഇവിടെ ഹൈറേഞ്ചിൽ പെയ്തു കഴിഞ്ഞു എന്നുള്ള ഒരു അവസ്ഥയിലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ വലിയ ശക്തമായ മഴയും അതുപോലെ വലിയ തോതിലുള്ള വെള്ളമൊഴുക്കുമൊക്കെയാണ് ഈ പ്രദേശങ്ങളിൽ ഉൾപ്പെടെ ഇടുക്കിയിലെ പല പ്രദേശങ്ങളിലും പ്രത്യേകിച്ചും ഈ മേഖലകളിലെല്ലാം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ അവിടുത്തെ ഈ മണ്ണിടിച്ചിലും ദുരന്ത സാധ്യതകളൊക്കെ കൂടുതൽ മുൻകൂട്ടി കാണേണ്ട ഒരു അവസ്ഥ കൂടി അധികൃതർക്ക് ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടുത്തെ ഒരു പ്രത്യേകിച്ച് ആ പ്രദേശത്തിന്റെ പ്രത്യേകത, അതുപോലെ തന്നെ മണ്ണെടുത്ത് മാറ്റുന്നതിന്റെ പ്രവർത്തന രീതി, ഇതൊക്കെ ഒന്ന് വിലയിരുത്തേണ്ടത് തന്നെയായിരുന്നു വേണം നമുക്ക് പറയാനായിട്ട്. അത്തരത്തിലുള്ള വലിയൊരു നിരീക്ഷണമൊന്നും അവിടെ ഉണ്ടായില്ല. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ശക്തമായ മഴയിൽ മണ്ണിടിച്ചിലുണ്ടായി. അതുപോലെ തന്നെ ഈ മണ്ണിടിഞ്ഞതിന്റെ മുകൾ ഭാഗത്തൊക്കെ പലയിടങ്ങളിലും മണ്ണിലെ വിള്ളലും വീണതോടുകൂടി ഇന്നലെ പകല് ആ പ്രദേശവാസികൾ കണ്ടെത്തിയ ചില മുൻകൂട്ടിയുള്ള ദുരന്ത സാധ്യതകൾ കൊണ്ടാണ് അവിടെ നിന്നും ഈ 22 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കാനുള്ള സാഹചര്യം കൂടി ഉണ്ടായത്. എങ്കിലും ആ മാറ്റിപ്പാർപ്പിച്ച അവിടെ നിന്ന് മാറ്റിയ ഒരു കുടുംബത്തിലെ 2 പേരാണ് ഇന്നലെ ഈ ദുരന്തത്തിൽ ഏറ്റവും ഒടുവിൽ ഇരയായിരിക്കുന്നത്. സഹോദരി, ഈ ബിജുവിന്റെ സഹോദരി ആണ് അവരവിടേക്ക് പോയിട്ടുണ്ട് എന്നുള്ളത്, അവിടെ ആ വീട്ടിലുണ്ട് എന്നുള്ള വിവരം പുറത്തേക്ക് അറിയിക്കുന്നത്. അങ്ങനെയാണ് ആളുകളും അതുപോലെ തന്നെ
പൊതുപ്രവർത്തകരും നാട്ടുകാരും എല്ലാം, പ്രത്യേകിച്ചും ഫയർഫോഴ്സിന്റെ അംഗങ്ങളും എല്ലാം അവിടേക്ക് ഓടി എത്തുന്നത്. ബിജുവിന്റെ വീടിന്റെ കോൺക്രീറ്റ് തകർന്ന് ഇവർ രണ്ടുപേരും ഇതിന് അടിയിൽ പെടുകയായിരുന്നു. വെളിച്ചമില്ലായ്മയാണ്, നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ വെളിച്ചത്തിന്റെ ഒരു പ്രശ്നമാണ് ഏറ്റവും ആദ്യം അവിടെ പ്രതിസന്ധി സൃഷ്ടിച്ചത്. അതെ, ഞാൻ സ്റ്റാലിനിലേക്ക് മടങ്ങിയെത്താം. ഇപ്പോൾ അജയ് സുധ ബിജു കൂടി നമുക്കൊപ്പമുണ്ട്. അജയ്, നേരത്തെ സ്റ്റാലിൻ സൂചിപ്പിച്ചതുപോലെ തന്നെ 22 കുടുംബങ്ങളെയാണ് നേരത്തെ മാറ്റി പാർപ്പിച്ചത് ഈ ഒരു അപകട സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട്. നോക്കൂ, അത് എത്ര വലിയ ഗുണമായി എന്നുള്ളത്. അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ എത്രത്തോളം വലിയൊരു അപകടമായിരുന്നേനെ, ഒരു ദുരന്തമായിരുന്നേനെ അല്ലെങ്കിൽ സംഭവിച്ചത്.